ആ അമ്മ ഞാന് അമ്മനെ വിളിച്ചപ്പോ തൊട്ട് അമ്മ ഇത് തന്നെ എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ കേട്ട് മടുത്ത്. അമ്മ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ എന്റെ ഇഷ്ടത്തിന് കൊടുത്തതല്ല, സിദ്ധു പറഞ്ഞിട്ട് കൊടുത്തതാ. ആ എന്താ എന്റെ അമ്മ പഴയ ദേഷ്യമൊക്കെ അങ്ങ് എന്തിനാ മനസ്സിൽ വെക്കണം? അതങ്ങ് മാറ്റിക്കൂടെ? എന്റെ അമ്മ അവരങ്ങനെയൊക്കെ ചെയ്യുന്നത് അവരുടെ സംസാര രീതി അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവർ തമ്മിൽ എന്താണ് വ്യത്യാസം? എന്തായാലും ഇതിപ്പോ സിദ്ധു എന്റെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞു, ഞാനത് കൊടുത്തു, അത്രേ ഉള്ളൂ. ശരി. എവിടെ പോയതാ? കടയില്. ഞാൻ കണ്ടില്ലായിരുന്നല്ലോ എന്നത്. ഞാനും ഇങ്ങനെ യാദൃശികമായി കണ്ടതാണ്. എന്താണ് കുഴപ്പമുള്ളത്തമ്മയാണോ? എന്ത് പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. അവരുടെ ഏതൊരു ബന്ധുവിന്റെ കല്യാണം. അപ്പൊ കല്യാണത്തിന് സഹായമായിട്ട് എന്റെ അടുത്ത് കുറച്ച് പൈസ ചോദിച്ച് ഞാനത് സിദ്ധുവിന്റെ അടുത്ത് പറഞ്ഞു. പറഞ്ഞപ്പോ സിദ്ധു പറഞ്ഞു അത് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അവർക്കത് കൊടുത്തു. എനിക്കറിയാൻ പാടില്ലായിരുന്നു കുഴിപ്പളത്തെ അമ്മ ആ വീട്ടുകാർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം. അപ്പൊ അമ്മ വിളിച്ചിട്ട് എന്നെ ഓരോന്നൊക്കെ പറയും. ചീള കേസിനെ വിട്ട് കളാ. അയ്യോ അതൊക്കെ ഞാൻ അപ്പോഴേ വിട്ട്. അതൊക്കെ ആലോചിക്കാൻ നിന്നാണ്ടല്ലോ മനുഷ്യര്. പോവാ. ഞാൻ സംഭവം കാണിച്ചിട്ടാ. എന്താ? അടിപൊളിയല്ലേ? എന്താണ് സംഭവം അറിയാമോ? എൻ്റെ ഒരു ഫ്രണ്ട്, അവള് ചെന്നൈയിൽ ബ്യൂട്ടി പാർലർ ഇട്ടിട്ടുണ്ട്. ഇവള് എന്താണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെരുവിലൊക്കെ കിടക്കണ ആരും ഇല്ലാത്ത ആൾക്കാരില്ലേ, അവരെ വിളിച്ചോണ്ട് ഒന്ന് മേക്ക് ഓവർ ചെയ്യും, എന്നിട്ട് റീൽസ് ഇടും. കട്ട വൈറല്. സംഭവം കൊള്ളാല്ലേ? എന്നെ വിളിച്ചാണ്. എന്താ? എന്നെ വിളിച്ചാണെന്ന്. എന്തിന്? ചെന്നൈ പോവാൻ. അല്ല അമ്മായി ചെന്നൈ പോയിട്ട് എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യാനെന്നാ? എടേ ഞാൻ ബ്യൂട്ടീഷ്യനൊക്കെ പഠിച്ചിട്ടുണ്ട്, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതാണ്. പിന്നെ എന്നിട്ട് ഇന്നെ അവരെ പറഞ്ഞിട്ടില്ലല്ലോ. അത് ഞാൻ വിട്ട കേസായിരുന്നു. പക്ഷെ അവളോടെ പോയിരുന്നെങ്കിൽ ഇപ്പൊ സെറ്റ് ആയാന്. അവള് ലക്ഷങ്ങളാണ് മാസം ഉണ്ടാക്കണം, അറിയാമോ? എന്താണ്? അല്ല അമ്മായിയുടെ ഒരു ഫ്രണ്ടേ ചെന്നൈയില് ഈ ആരും ഇല്ലാതെ തെരുവിലൊക്കെ കിടക്കുന്ന ആൾക്കാരില്ലേ, ഇത് കണ്ടാ മനസ്സിലാവും. അവരെയൊക്കെ കൊണ്ടുവന്ന് മേക്ക് ഓവർ ഒക്കെ ചെയ്യുന്നു. നല്ല പരിപാടിയാണ്. ഇതിപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ. ചിലർ ഓരോ ക്യാമറ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങും. വഴിയിൽ ഈ പാമ്പ് പിടിച്ചവന്മാർ കിടപ്പുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഈ ട്രാഫിക്കിലൊക്കെ സാധനം വിൽക്കാൻ പറഞ്ഞ ചേച്ചിമാരും ചേട്ടന്മാരെയൊക്കെ ഇല്ലേ, അവരെയൊക്കെ നേരെ പൊക്കി എടുത്തുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി അവരുടെ ആ കയ്യിലും മുണ്ടുമൊക്കെ മാറ്റി കോട്ട് സൂട്ടിയൊക്കെ ഇടിപ്പിച്ച് കുളിപ്പിച്ച് സെറ്റാക്കി കൂളിംഗ് ഗ്ലാസ് ഒക്കെ കൊടുത്ത് അങ്ങോട്ട് തിരിച്ചൊരു ഫോട്ടോ ഇങ്ങോട്ട് തിരിച്ചൊരു ഫോട്ടോ. സ്ഥിരം പരിപാടി. എടാ അമ്മായി ബ്യൂട്ടീഷ്യനൊക്കെ പഠിച്ചാന്ന്, പക്ഷെ ടച്ച് വിട്ടുപോയി. അല്ലെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു അല്ലേ അമ്മായി? അമ്മായി ഇങ്ങനെയാണെങ്കിൽ നമുക്കൊരു പരിപാടി ചെയ്താലേ? നമുക്കൊരു ബ്യൂട്ടി പാർലറിന്റെ പേരിൽ നേരെ റോട്ടിൽ ചെല്ലുന്നു, ഏതൊരു പാമ്പ് പിടിച്ച മനുഷ്യനെ പിടിച്ചോണ്ട് വരുന്നു, മേക്ക് ഓവർ ചെയ്യുന്നു, അത് വീഡിയോ എടുത്ത് റീലിടുന്നു, നമ്മൾ റീച്ച് ആവും. റോഡിൽ കിടക്കുന്ന ആൾക്കാരെയൊക്കെ മേക്ക് ഓവർ ചെയ്തിട്ടേ കുളമായി കഴിഞ്ഞാൽ അവരുടെ നടി കിട്ടും. ചെന്തരി കൊച്ചിന് സ്കൂളിലൊന്നും പോണ്ടേ, എപ്പൊ നോക്കിയാലും നെഗറ്റീവ്. പക്ഷെ പാറു പറയണതിൽ ഒരു കാര്യം ഉണ്ടേ. ഒന്നാമത്തെ കാര്യം എന്റെ സമയം ശരിയല്ല. രണ്ടാമത്തെ കാര്യം എനിക്ക് തീരെ കോൺഫിഡൻസ് ഇല്ല. മൂന്നാമത്തെ കാര്യം എനിക്ക് ടച്ച് വിട്ടേക്കാണ്. അതൊന്നും കുഴപ്പമില്ലെന്ന്, നമ്മൾ ട്രെൻഡിന്റെ കൂടെ സഞ്ചരിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അവസാനം തേപ്പാവും. ഫുള്ള് നെഗറ്റീവ് ആണല്ലേ ഈ പാറു. ഞാൻ ഒരു ഐഡിയ പറയാട്ടാ. നമുക്കേ സേഫ് സോണിൽ നിന്ന് കളിച്ചാലാ? അതെന്ത്? അടിയും കൊള്ളാതെ ചീത്തയും കേൾക്കാതെ നമുക്ക് നമ്മുടെ മേക്ക് ഓവർ പരിപാടി നടക്കുകയും ചെയ്യും, ആളും ഹാപ്പി ആയിരിക്കും. ആര്? അമ്മുമ്മ. അമ്മുമ്മ അമ്മുമ്മനെ മേക്ക് ഓവർ ചെയ്താല? നമ്മുടെ ഭവാനി അമ്മൂമ്മേ. ആ എന്താടാ പോലെ ഞാനില്ല. ഇങ്ങനാണെങ്കി വെറുതെ തല്ലും കൊള്ളാൻ. തല്ലു കൊള്ളൂല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാലോ. പക്ഷെ അമ്മ സമ്മതിച്ചാ സെറ്റാണ്. പക്ഷെ സമ്മതിക്കണം. അതൊക്കെ സമ്മതിക്കുന്നു, സംസാരിച്ചാ മതി. പക്ഷെ അതിനു മുന്നേ നമുക്ക് അമ്മുമ്മേനെ ഒന്ന് മേക്ക് ഡൗൺ ചെയ്യണം. എന്തോന്ന്? അല്ല കുറച്ചൊന്ന് ഡള്ളാക്കണം. യു മീൻ റീമോഡല്? യെസ്. ഓക്കെ. പിന്നെ ഒന്ന് ട്രൈ നോക്കല്ലേ? അടിപൊളിയായിരിക്കും. അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എങ്ങാനും ഹിറ്റ് ആയാലുണ്ടല്ലോ പൊളിക്കും. സത്യം. ഫുൾ വീഡിയോ നമുക്ക് എടുക്കണം അല്ലേ, ബിഫോർ ആൻഡ് ആഫ്റ്റർ. യെസ്. അപ്പൊ ഞാൻ ട്രൈ ചെയ്യല്ലേ? ഇത് ആരാണ് ഈ പ്ലാനും കൊണ്ട് വന്നതെന്ന് വെച്ചാൽ എന്താ പറയാ? നിങ്ങള് വേറെ ആരെങ്കിലും പേര് പറഞ്ഞു, എന്റെ പേരൊഴിച്ച്. അയ്യോ എടാ വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പൊ എന്റെ ഐഡിയ ആണെന്ന് അങ്ങ് അറിഞ്ഞാണ്ടല്ലോ അമ്മൂമ്മ അങ്ങോട്ട് തുടങ്ങും. അവൾ അഹങ്കാരിയാണ്, തന്നിഷ്ടക്കാരിയാണ്, കുഴിപ്പുറത്ത് പോവാതെ ഇവിടെ നിൽക്കുവാണ്. ആ ഓഫാക്കി വെച്ച ടൈപ്പ് കോഡർ ഉണ്ടല്ലോ വീണ്ടും ഓണാവും. വയ്യ കേക്കാൻ, അതുകൊണ്ടാണ്. വാ നമുക്ക് പ്ലാൻ ചെയ്യാം.
കൊല്ലാൻ നോക്കി, ഒരുത്തൻ ഇപ്പൊ ഇടിച്ചു കൊല്ലാൻ നോക്കുന്നു. എന്തോ ഉദ്ദേശം? എന്തോന്നമ്മ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നണാ? ഇവൻ കൊണ്ടുവന്ന പാള ക്വാളിറ്റി ഇല്ലാത്തോണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിക്കൂലായിരുന്നു. ഓ എന്നാ പിന്നെ ഞാൻ അടുത്ത തവണ ISI മുദ്രയുള്ള പാള കൊണ്ടുവരാം. അമ്മ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നണുണ്ടോ? എനിക്കമ്മ എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ? അമ്മ ഇങ്ങനെ പറയുമ്പോ എനിക്ക് എന്ത് വിഷമാവും അമ്മ. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് അമ്മേ. ഓ പിന്നെ അമ്മായിക്ക് മാത്രമല്ല അമ്മൂമ്മേനെ ഇഷ്ടം, എന്റെയും കൂടെ അമ്മൂമ്മയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് എന്റെ അമ്മൂമ്മ പറഞ്ഞ ജീവനാണ്. എന്നെ എല്ലാരും കൂടെ ശ്വാസം മുട്ടിച്ച് കൊല്ലുവാ. ചേടാ ഇതിപ്പോ സ്നേഹിക്കുന്നതും കുറ്റാണോ? നീ എന്നെ സ്നേഹിക്കുമ്പോഴേ എനിക്ക് പേടിയാ. ഇനി ഞാൻ മിണ്ടാവൊന്നും വരുന്നില്ല. എന്നാ അതാ നല്ലത്. അമ്മ പറഞ്ഞാലും കാര്യമുണ്ട് കേട്ടാ. എന്ത് കാര്യം? അമ്മയ്ക്ക് ഇത്ര പ്രായമായിട്ടും നമ്മളെല്ലാരും കൂടെ അമ്മ എവിടെയായിട്ട് ജോലി ചെയ്യിപ്പിക്കല്ലേ. പാവം അമ്മ തന്നെ കേട്ടാ. വരവരാണെങ്കിൽ അമ്മൂമ്മ കറക്റ്റ് സമയത്തിന് ഫുഡ് പോലും കഴിക്കണില്ല. നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കണുണ്ടോ? അത് മാത്രോ? ഈ വയ്യാത്ത മുട്ടുകാലും വെച്ചിട്ട് ഈ കണ്ട ജോലി മൊത്തം അമ്മൂമ്മ ചെയ്യണില്ലേ? ജോലി ചെയ്ത് അമ്മൂമ്മ പെട്ടെന്ന് വയസ്സായതുപോലെ. അത് പാറു പറഞ്ഞ കറക്റ്റ് ആണ് കേട്ടാ. ഞാൻ കാണുമ്പോഴേ കഴിഞ്ഞ തവണ അമ്മയ്ക്ക് ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ നോക്ക്, നമ്മുടെ മുഖത്തൊക്കെ കുറെ ചുളിവൊക്കെ വന്നിട്ടില്ലേ? ഇവിടെയൊക്കെ ചുഴിഞ്ഞു. ഈയിടെയായിട്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങി. ഇത്ര നാൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇതിന്റെ അടിയിൽ കറുപ്പൊക്കെ കൂടി സ്കിന്നൊക്കെ നോക്ക്. ഇതൊക്കെ സംഭവം ശ്രദ്ധിക്കാത്തതിന്റെ പ്രശ്നമാണ്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ തീരാന്ന പ്രശ്നമേ ഉള്ളൂ. ഇനി ആരും എന്റെ അമ്മൂമ്മനെ നോക്കണ്ട, ഞാൻ ശ്രദ്ധിച്ചോളാം. ഓ ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചോളാം, എന്നെ ആരും ശ്രദ്ധിക്കണ്ട. അതെങ്ങനെ പറഞ്ഞാൽ ശരിയാവും? ഞാൻ നോക്കും എന്റെ അമ്മ. എല്ലാരും നോക്കൂടെ. ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിച്ച് എൻ്റെ അമ്മൂമ്മ ഒരു പട് വൃത്തിയായി. അപ്പൂപ്പനെ പറഞ്ഞാൽ മതിയല്ലേ. നിങ്ങൾ ഈ പറയുന്നത് പോലുള്ള ഒരു കുഴപ്പം എനിക്കില്ല. ഒരു കുഴപ്പമില്ല. പക്ഷെ അമ്മ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുത്ത ഒരു 40 വയസ്സേ തോന്നിക്കോളൂ. 40 വയസ്സാ? അമ്മൂമ്മേനെയൊക്കെ മേക്ക് ഓവർ ചെയ്തെടുത്ത് എങ്ങനെയൊക്കെ പോയത് ഒരു 55-50 വയസ്സോ? എന്റെ പൊന്നു ലച്ചു 40 വയസ്സ്. ഞാൻ മേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ 40 വയസ്സ്. ബെറ്റുണ്ടോ? ബെറ്റുണ്ട്. എത്ര രൂപയ്ക്ക് ബെറ്റ്? ഒരു 2000 രൂപയ്ക്ക് ബെറ്റ്. സെറ്റ്. നിർത്തിയ എന്തോ ഈ മേക്ക് ഓവർ? അമ്മ മേക്ക് ഓവർ എന്ന് വെച്ചാ അമ്മയൊന്ന് ഒരുക്കി ചെറുപ്പക്കാരിയാക്കി എടുക്കണം. അതൊന്നും വേണ്ട. അമ്മായി എന്തോ കാണിക്കാൻ പോവാ? പറഞ്ഞ പോലെ അമ്മായി എന്തോ ഇതങ്ങാണ്ട് പഠിച്ചില്ല. എന്നിട്ട് ബ്യൂട്ടി കോഴ്സാ അല്ലേ? ബ്യൂട്ടീഷ്യൻ ഒക്കെ പഠിച്ചു, പക്ഷെ ടച്ച് പോയിന്നാണല്ലോ അമ്മായി പറയുന്നത്. അതുകൊണ്ട് ഇത് എന്തായാലും ഫ്ലോപ്പോ ഉറപ്പാ. ചുമ്മാ വെല്ല് വിളിക്കല്ലേ. നിനക്ക് ഗൗരി ആരെന്ന് അറിഞ്ഞൂടാ? എനിക്ക് നല്ലോണം അറിയാം. അമ്മായിക്ക് മേക്കപ്പ് ചെയ്യാനും അറിഞ്ഞൂടാ. ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്തായാലും അമ്മ ഒരു 40 വയസ്സുള്ള ചെറുപ്പക്കാരിയാക്കി മാറ്റും. ഞാൻ എഴുതി ഒപ്പിട്ട് വരും. എത്രയൊക്കെ മേക്കപ്പ് ചെയ്താലും അമ്മൂമ്മയ്ക്ക് ഒരു 55-50 വയസ്സ് തോന്നും. നമുക്ക് കാണാം. കാണാം. അമ്മ വാ. അമ്മ വേണ്ട, ഞാൻ വരുന്നില്ല. ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ഇരുന്നോളാം. അമ്മ ഞാൻ ബെറ്റ് വച്ചാണ്. അമ്മ എന്റെ കൂടെ നിൽക്കണം. അമ്മ എന്റെ ചക്കരല്ലേ മാമ പോണോ? എനിക്കറിയാൻ പാടില്ല അമ്മൂമ്മയുടെ ഇഷ്ടത്തിന്. വാ അമ്മ ഇത്തിരി പോയിട്ട് വാ അമ്മൂമ്മ. ചെല്ലേ പോവാ. നമുക്ക് നോക്കാം എന്തായാലും. എന്തൊക്കെ പണിയാണല്ലേ. ശരിക്കും അമ്മായിക്ക് പണിയറിയും. നേരെ ചൊവ്വേ മുടി പോലും കെട്ടാൻ അറിയാൻ പാടാത്ത ആളാണ് അമ്മായി. ആ അമ്മായിയാണ് ബ്യൂട്ടീഷ്യൻ ചെയ്യാൻ പോകുന്നത്. എന്നാ അങ്ങോട്ട് വന്നേ. ശരി. ഇങ്ങനെ നോക്കുന്നേ? ഇനി എന്തോ ചെയ്യാൻ പോവാ? അമ്മൂമ്മേ, ഇനി ഒന്നും അമ്മൂമ്മയുടെ കയ്യിലല്ല, എല്ലാം അമ്മായിയുടെ കയ്യിലാ. അമ്മായിയേ എന്തോ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ഇതുവരെ നടക്കോ? ബെറ്റ് തോറ്റല്ലേ? ആരെല്ലാരും കൊന്നേരെ നടക്കല്ലേ യേശു. ആദ്യം മുതലുള്ള അമ്മയുടെ ലുക്ക് ഷൂട്ട് ചെയ്യണം നീ. നിന്റെ പൊട്ട ഫോണിലൊന്നും വേണ്ട, എന്റെ ഫോണിൽ ഷൂട്ട് ചെയ്താൽ മതി. ശരി. പക്ഷെ ഞാൻ അതല്ല ആലോചിക്കണം. അമ്മയ്ക്ക് മൊത്തത്തിലൊരു റിച്ച് ലുക്കുണ്ട്. അത് നമുക്ക് മാറ്റണം. എങ്ങനെ മാറ്റണമെങ്കിൽ ലുക്കം കുറച്ചാ പോരെ? പ്രശ്നം കഴിഞ്ഞില്ലേ? ആദ്യം പറഞ്ഞു നല്ല രൂപത്തിലാക്കാൻ പോവാന്ന്.
ഇപ്പൊ പറയുന്നു ലുക്ക് കുറയ്ക്കണമെന്ന്. എന്തോന്നാ പിള്ളേരെ? അമ്മൂമ്മ സംഭവം എന്താന്ന് വെച്ചാലേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ട്. ഈ റോഡിന്റെ സൈഡിൽ ആരും ഇല്ലാത്തവരൊക്കെ കിടക്കില്ലേ, ഈ അനാഥയായവര്, അവരെയൊക്കെ വിളിച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് സുന്ദരിയും സുന്ദരനും ആക്കും. എന്നിട്ട് നമ്മൾ അത് ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും. ഭയങ്കര റീച്ചാ. ഇതിപ്പോ അമ്മൂമ്മ ചെയ്യുവാണെങ്കിലുണ്ടല്ലോ അമ്മൂമ്മ 2 ദിവസം കൊണ്ട് ഫേമസ് ആവും. അയ്യോ അത് വേണ്ട. പിന്നെ എനിക്ക് പടവലത്തോട്ട് എല്ലാം പറ്റത്തില്ല. എല്ലാവരോടും എന്നെ നാണം കെടുത്തും. അത് തന്നെയല്ല, നിന്റെ അപ്പൂപ്പൻ അറിഞ്ഞാലേ എന്നെ തല്ലി കൊല്ലും. ഞാൻ പോവാ. എന്റെ അമ്മ പേടിക്കൊന്നും വേണ്ട. ഈ കാര്യത്തിന് അപ്പൂപ്പൻ അമ്മൂമ്മ ഡിവോഴ്സ് ഒന്നും ചെയ്യത്തില്ല. ഒന്ന് പോവച്ചേ, ഞാൻ പോവാ. അമ്മ അവിടെ ഒന്ന് ഇരിയമ്മ, എന്നിട്ട് ഞാൻ പറയണമെന്ന് കേള്. ആദ്യം അമ്മ മേക്ക് ഓവർ ചെയ്ത് വേറൊരാളാക്കി മാറ്റും. ആർക്കും മനസ്സിലാവൂല, അമ്മയ്ക്ക് പോലും മനസ്സിലാവൂല അമ്മ ആരെന്ന്. അമ്മൂമ്മ പോയി കണ്ണാടി നോക്കുമ്പോഴേ അമ്മ ആരാന്ന് തന്നെ അമ്മൂമ്മ എടുത്ത് ചോദിക്കും. അതെങ്ങനെയാ? അമ്മ അത് സിമ്പിളാണ്, ഞാൻ പറഞ്ഞുതരാം. ആദ്യം അമ്മയെ ഞാൻ വേറൊരു അമ്മയാക്കി മാറ്റും. എന്നിട്ട് നമ്മൾ അത് ആദ്യം ഷൂട്ട് ചെയ്യും. എന്നിട്ട് ആ വേറൊരമ്മയാക്കി മാറ്റും. എന്നിട്ട് നമ്മൾ അത് പിന്നെയും ഷൂട്ട് ചെയ്യും. മനസ്സിലായ? വെച്ചൊന്ന് പറഞ്ഞോളൂ. പറഞ്ഞു കൊടുക്കാൻ എനിക്കെന്തെങ്കിലും മനസ്സിലാവണ്ടേ? നിനക്ക് മനസ്സിലായ? മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞുതരാം. അമ്മ ആദ്യം അമ്മയെ ഞാൻ മേക്ക് ഓവർ ചെയ്ത് വേറൊരാളാക്കും. എന്നിട്ട് ആ വേറൊരാളെ പിന്നെ വേറൊരാളാക്കും. എന്നാ പടവലത്തെ അച്ഛന് പോലും മനസ്സിലാവൂല അമ്മ ആരെന്ന്. അയ്യോ അത് വേണ്ട. അച്ഛന് മനസ്സിലാവാതിരുന്ന എങ്ങനെയാ? അമ്മ എന്നിട്ട് അമ്മയാക്കും. പിന്നെ മനസ്സിലായ? നിനക്കെന്തെങ്കിലും മനസ്സിലായ? എനിക്കൊന്നും മനസ്സിലായില്ലേ, ചാച്ചിക്കല്ലോ മനസ്സിലായോ? കുറച്ചൊക്കെ മനസ്സിലായി, എന്നാലും മനസ്സിലായ പോലെ നിൽക്കാം. മോളെ ഗൗരി, നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലേ അത് പറഞ്ഞു നിർത്താ പോരായോ? എന്നെ എന്തിനാ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നേ? അമ്മ എന്നെ ഒന്ന് വിശ്വസിച്ചമ്മ. അമ്മ ഇനി മുതൽ അമ്മ എൻ്റെ അമ്മായി അമ്മയല്ല. ഇനി മുതൽ അമ്മ ദാക്ഷായണി അമ്മയാണ്. ദാക്ഷായണിയോ? ആ, ദാക്ഷായണി അമ്മ. ദാക്ഷായണി അമ്മ കൊള്ളാല്ലേ? അമ്മായി, എന്തായാലും നമ്മള് ഒന്നേന്ന് തുടങ്ങുവാണല്ലോ, അപ്പൊ മൊത്തം അങ്ങോട്ട് ഷൂട്ട് ചെയ്യാം. മൊത്തം ഷൂട്ട് ചെയ്യണം. അതിന് മുന്നേ എൻ്റെ കയ്യിലൊരു സാധനമുണ്ട്. ഞാൻ മുന്നേ ബ്യൂട്ടീഷ്യൻ പഠിച്ച സമയത്ത് മേടിച്ച സാധനമാണ്. ബാഗിൽ എവിടെ ഇരിക്കണം എന്നാണ് തോന്നുന്നത്. ഞാൻ ഒന്ന് പോയി നോക്കിട്ട് വരട്ടാ. എടാ അത് കിട്ടിയ സെറ്റ് ആയിരിക്കും. ഞാൻ ഇപ്പൊ വരാം. അയ്യോ അവൾ എന്തെടുക്കാൻ പോയതാ? വേദനിക്കുന്ന വല്ല സാധനം വന്നോ? അമ്മൂമ്മ ധൈര്യമായിട്ടിരി. അമ്മായി രണ്ടും കൽപ്പിച്ചാണ്, കട്ട വാശിയിലാണ്. ഇനി അമ്മൂമ്മ കിടന്ന് അലറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ലച്ചു കിട്ടി. ഇതെന്താ തിരുപ്പനോ? ഇത് തിരുപ്പനൊന്നും അല്ലമ്മ, ഇത് വിഗ്. ഇതെന്തിന്? അമ്മ ഇനി കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. അമ്മ എന്തായാലും സമ്മതം മൂളിയിട്ടുണ്ട്. നമ്മൾ പറയണ ഇനി അമ്മ കേട്ടാ മതി. ഇങ്ങനെ പേടിപ്പിക്കല അമ്മായി, ഒരു മയത്തിലൊക്കെ പറ. അമ്മൂമ്മേ എന്തായാലും ഇത്ര ആയില്ലേ, അപ്പൊ പിന്നെ ഇതും കൂടെ അങ്ങ് സമ്മതിക്കേ. അമ്മായി, ഓ ഇനി അടുത്ത പരിപാടി എന്താണ്? എന്ത് പരിപാടി എന്നാ? കേശു നീ നോക്കിക്കോ. ഇനി മുതൽ അമ്മയല്ല, അമ്മ ദാക്ഷായണി അമ്മയാണ്. ബന്ധുക്കളും മിത്രങ്ങളും ഒന്നും ഇല്ലാത്ത എൻ്റെ പാവം ദാക്ഷായണി അമ്മ. എന്താ റെഡിയല്ലേ? വാ പയ്യെ എന്തായി തീരുവോ എന്തോ. ഇവിടെ കണ്ടല്ലേ? ആ പാറുവേ, നീ മിഠായി മേടിക്കാൻ പോയപ്പോൾ കണ്ട. ചുമ്മാ കിടന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഫോൺ ഇങ്ങട്. ആ എടാ നീ ഷൂട്ട് ചെയ്ത് തുടങ്ങിക്കോ ഇപ്പോഴേ. തുടങ്ങാം. പാറുവേ, നീ മിഠായി മേടിക്കാൻ പോയപ്പോൾ കണ്ട ഒരു അമ്മൂമ്മ എവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ അമ്മൂമ്മ എവിടെ? ഇതുകൊണ്ട് അവിടെ. അവിടെയോ? അയ്യോ പാവം. ഞാൻ വിളിക്കട്ടെ. അമ്മേ, പ്രായമായ അമ്മുമ്മേ. എന്താ മക്കളെ? അമ്മ എവിടുന്നാ? എവിടുന്നോ വന്നു, എങ്ങോട്ടോ പോന്നു. അമ്മയുടെ കൂടെ ആരും ഇല്ലേ? പണ്ട് എല്ലാരും ഉണ്ടായിരുന്നു, ഇപ്പൊ ആരുമില്ല. അമ്മുമ്മയുടെ വീട് എവിടെയാ? അങ്ങ് പാഴൂര് വഴി, പിറവം വഴി, കോട്ടയം വഴി പോണം. അമ്മ എന്തെങ്കിലും കഴിച്ചായിരുന്നോ?
2 ദിവസമായി വല്ലോ കഴിച്ചിട്ട്. 2 ദിവസം 2 ദിവസം വെള്ളം കുടിച്ചായിരുന്നോ? വെള്ളം ഒന്നും കുടിച്ചിട്ടില്ല. ആരും ഒന്നും തന്നില്ലേ? ഇല്ല, ഒന്നും തന്നില്ല. അമ്മുമ്മ ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്നുണ്ടോ? അമ്മേ, നല്ല വസ്ത്രവും ഭക്ഷണവും ഒക്കെ തരാം അമ്മേ. അമ്മ വരുന്നുണ്ടോ? പിന്നെന്താ വരാ. എന്താ അമ്മൂമ്മയുടെ പേര്? അമ്മയുടെ പേരെന്തുവാന്ന്? ദാക്ഷായണി. ദാക്ഷായണി. പാവം. കണ്ടോ, പേര് കേൾക്കുമ്പോ തന്നെ കുട്ടികൾക്കൊക്കെ പാവം തോന്നുവാ. അമ്മുമ്മേ, ഞങ്ങളെ ഒരു മേക്ക് ഓവർ ടീമാ. അമ്മുമ്മ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ടോ? അതെന്ത് ടീമാ? അമ്മേ, ഞാനൊരു ബ്യൂട്ടീഷ്യനാ. എനിക്കൊരു ബ്യൂട്ടി പാർലർ ഉണ്ട്. അതിന്റെ പേരാണ് ക്യൂട്ട് ബേബീസ്. എന്തോന്നാ, കൂട്ടു ബേബിയോ? ആ, ക്യൂട്ട് ബേബീസ്. വല്ല ഉടായിപ്പുവാന്നോ? അങ്ങനെയൊന്നും അല്ല അമ്മേ. ഞങ്ങൾ കൊണ്ടുപോയി വളരെ ചെറുപ്പമാക്കി തരാം. ആ, പണ്ട് ഞാൻ വയറ്റിലെ ഇരിക്കുമ്പോഴേ ഇതുപോലൊരു ടീം വന്നു. എന്നെ വിളിച്ചോണ്ട് പോയി. 10 മിനിറ്റ് അവരെന്റെ മോന്തയ്ക്ക് എന്തൊക്കെയോ ചെയ്തു. അയ്യോ, കുറച്ച് കഴിഞ്ഞപ്പോഴേ എൻ്റെ മോന്തായും എല്ലാം അങ്ങോട്ട് നീറാൻ തുടങ്ങി. പിന്നെ ഞാൻ അവന്മാരെ ഒരു പറപ്പിച്ചു. ഓ, അതുപോലുള്ള ടീം വല്ലോ ആണോ? അയ്യോ, അങ്ങനത്തെ ഒന്നും അല്ല. ഞങ്ങള് റിയൽ ടീമാ. എന്താ? ഞങ്ങൾ അമ്മയെ ചെറുപ്പമാക്കി തരും. ആ അമ്മേ, നമുക്ക് പോവാം. എന്നാ പിന്നെ നമുക്ക് പോവാം. നമുക്കെന്നാ പോവാ. എണീറ്റ് അപ്പൊ തന്നെ ഫ്രെയിം ഔട്ട് പോണേ. ആ ബാണ്ടക്കെട്ട് കട്ട്. എന്തോ നമ്മ ഇത് ഒന്ന് വിറയ്ക്കാൻ പറഞ്ഞപ്പോ എന്തൊരു വിറയിലായിരുന്നു. ഈ ഇങ്ങനെ മേക്ക് ഓവർ ആയിട്ട് അടുത്ത മേക്ക് ഓവറിലോട്ട് പോകുമ്പോ ഈ വിറയിലില്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവൂലേ നമ്മൾ ഉടായിപ്പാണെന്ന്. ഞാൻ എന്റെ കൈ നിട്ട് കുറച്ച് ഇട്ടിട്ട് വാരി എല്ലാരും ഇട്ടത് ഞാൻ കണ്ട്. എന്തൊരു ഓവർ ഇത്. ഒരുമാതിരി സ്കൂൾ നാടകം കാണാനിരുന്നു. അതെ, ഞാൻ നാച്ചുറൽ ആയിരുന്നു. ഭയങ്കര കിണ്ണം. ഞാൻ കറക്റ്റ് ആയിരുന്നു. കറക്റ്റ് ആയിരുന്നു. ഒരുമാതിരി ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കി വിട്ടോലുള്ള വിറയലായിരുന്നു. ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചപ്പോഴത്തേക്ക് 2 ദിവസമായി കഴിച്ചിട്ടെന്ന്. അങ്ങനെയാണോ ഞാൻ പഠിപ്പിച്ചു വിട്ടത്? എന്താ പഠിപ്പിച്ചു വിട്ടെ? ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചാൽ കഴിച്ചില്ലെന്ന് വേണ്ട പറയാൻ. അങ്ങനെ പറഞ്ഞു. അതിച്ചിരി കുറച്ച് കൈ നിട്ടിട്ടെന്ന് പറഞ്ഞതാ. ആ, കൈ നിട്ട കാര്യം പറഞ്ഞപ്പോഴാ വേറെന്തോ ഒരു കാര്യം കൂടെ കൈ നിട്ടായിരുന്നല്ലോ. വല്ലതും പറഞ്ഞായിരുന്നോ? എന്താ നിങ്ങൾ എന്തൊരു തട്ടിക്കൂട്ട് പരിപാടിയാണോ? പിന്നെ മറ്റേ വയറ്റില അമ്മ ഇപ്പൊ വയറ്റില പോയത്. അന്നേരത്തെ ആ ഒരു അന്നേരം ഒന്ന് അഭിനയിച്ചൊന്നൊന്ന് ജീവിച്ചതാ ഞാൻ. വല്ലാത്ത ജീവിതമായിരുന്നു. ഞാൻ അമ്മൂമ്മയെ പോയി. എന്റെ അമ്മ ഇതൊക്കെ കേട്ട ആൾക്കാർ വിശ്വസിക്കോ? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. നിങ്ങളെല്ലാം കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ കോലം കെട്ടിയത്. ഇനി എന്താ വേണമെന്ന് ഞാൻ പറയും. വേണ്ടേ, ഈ മേക്ക് ഓവർ നന്നായില്ലെങ്കിൽ, എൻ്റെ മേക്ക് ഓവറേ നന്നായില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. എല്ലാത്തിനെയും ഞാൻ പഞ്ഞിക്കിടും. പിന്നൊരു കാര്യം, ഈ വീഡിയോ വൈറലാവുമല്ലോ, അതിനകത്ത് നിന്ന് വരുമാനം കിട്ടുമല്ലോ. ആ വരുമാനം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഷെയർ എനിക്ക് തന്നില്ലെങ്കിൽ നിങ്ങൾ ഉടായിപ്പായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യും. മനസ്സിലായോ? എന്നിട്ട് ആ വീഡിയോ ഞാൻ ലോകം മൊത്തം കാണിക്കും. ഇതിപ്പോ നമ്മള് പെട്ടാ. എന്തോ വരണടത്ത് വെച്ച് കാണാം. എന്തേ വരുന്നില്ലേ? പുതിയ മേക്ക് ഓവർ ചെയ്യണ്ടേ? ഇങ്ങോട്ട് വാ. എന്റെ പഴയ രൂപം എനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ വാ ഇങ്ങോട്ട്. ബ്യൂട്ടീഷ്യൻ ചെല്ല്, പുറകെ വരാം. വാ. അമ്മായിയേ, എന്താടാ അല്ല ശരിയാവൂ? ശരിയാവത്തില്ലേ? അമ്മ ഇത്രയും നേരം എന്തെങ്കിലും കുഴപ്പം പറ്റിയോ? അടിപൊളിയായിട്ടല്ലേ പോയത്? ഈ മേക്കപ്പ് സാധനമൊക്കെ എത്ര നൂറ്റാണ്ട് പഴക്കമുണ്ട്? യാതൊരു പ്രസക്തിയില്ല. പ്രസക്തിയില്ല. എന്റെ അമ്മൂമ്മയുടെ മുഖപ്പൊക്കെ പോട്ടോ. ലൈറ്റ് ആയിട്ട്. ശരി. അമ്മ ഇത്രയും വല്ല കുഴപ്പമുണ്ടായിരുന്നാ? ഇല്ല. പക്ഷെ ഇത്ര നേരം ഡൗൺ ഗ്രേഡിങ് ആയിരുന്നല്ലോ. ഇപ്പോഴാണല്ലോ മേക്ക് ഓവർ ആയത്.
അമ്മ ഞാൻ മുഖത്ത് സാധനം ഞാൻ പറിച്ചു വേണ്ട വേണ്ട ഇറങ്ങ ഇറങ്ങ അമ്മ ഒരെണ്ണം പറിച്ചു വേണ്ട ഇറങ്ങ 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 ഒരെണ്ണം രണ്ടെണ്ണം ഉണ്ട് മൊത്തം. ഓർമ്മ ഞാൻ ഒരെണ്ണം ചേച്ചി. ഒരെണ്ണം പൊന്നെ ലച്ചു ഈ ശല്യപ്പെടുത്ത എനിക്കോ ആ ഇറങ്ങ വാ വാ ചേച്ചി ലൈറ്റ് ഭയങ്കര ഓപ്പൺ ആയി കിടക്കണം കേട്ടാ. നീ നിന്റെ ഫോണിലല്ലേ ഷൂട്ട് ചെയ്യണേ പിന്നെ എന്ത് ഓപ്പൺ ആയാലും നിനക്കെന്ത്? നീ ഒന്ന് ഫ്രെയിം വെക്കൂ. നിന്റെ അമ്മയുടെ സംസാരം കണ്ട എല്ലാം അങ്ങ് അറിയാവുന്ന പോലെയാണ്. നിനക്കല്ല അറിയൂ? അത്യാവശ്യം കുഴപ്പമില്ലാത്തവരുടെയൊക്കെ അറിയാം. അപ്പൊ ഭയങ്കര അല്ല അതൊക്കെ ഓക്കെ. നമ്മുടെ അമ്മായിക്കും വല്ലതും അറിയൂ? അറിയുന്നാണ് ഞാൻ അറിഞ്ഞത്. അല്ലെങ്കിൽ മേക്കപ്പ് ബോക്സ് ഒക്കെ കണ്ടില്ലേ കയ്യില്? മേക്കപ്പ് ബോക്സ് അതിപ്പോ ചേച്ചിയുടെ കയ്യിലും. എടാ എന്റെ കയ്യിലുള്ളത് മറ്റേ ലൊട്ടിലൊടുക്ക് സാധനങ്ങളല്ലേ. എടാ പക്ഷെ അമ്മായിയുടെ മേക്കപ്പ് ബോക്സ് ശ്രദ്ധിച്ചാ മൊത്തം ഈ പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഈ പല പല സ്കിൻ ടോണിലുള്ള മറ്റേ ഫൗണ്ടേഷനും അതും ഇതൊക്കെ. അല്ല അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ അടുക്കളയിൽ ഇരിപ്പില്ലേ കുറെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, മസാല, അങ്ങനെ അങ്ങനെ അങ്ങനെ. പക്ഷേ നമ്മളൊരു ചിക്കൻ മേടിച്ചോണ്ട് വന്നാൽ അത് കറി വെക്കണമെങ്കിൽ അതിൻ്റെതായ സാധനങ്ങൾ അതിൻ്റെതായ കൂട്ടിനിടണ്ടേ. പക്ഷേ അമ്മായി ആണെങ്കിൽ അതിലൊരു ഫെയിലിയർ ആണ് തന്നെ. യേശുവേ ഓ ഈ മേക്ക് ഓവറിന്റെ കാര്യത്തിലേ അമ്മൂമ്മയ്ക്ക് നല്ല പ്രതീക്ഷയുണ്ട്. എങ്ങാനും പണി പാളിയ അമ്മൂമ്മ നമുക്ക് 8ന്റെ പണി തരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളല്ല ചേച്ചി എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കും. ഞാൻ ഉയരം കൊണ്ടോടും. ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും. അങ്ങനെയാണെങ്കിൽ ഞാനും കുഴപ്പത്തേക്ക് പോവും. കുഴപ്പമുള്ളത്തോട്ട് അമ്മൂമ്മ അങ്ങ് അടിയെടുത്തോണ്ട് അങ്ങോട്ടങ്ങ് വരും. പക്ഷേ എനിക്ക് തോന്നുന്നത് അമ്മായി ചിലപ്പോ ഡീല് ചെയ്യായിരിക്കും അല്ലേ. അമ്മായി വൃത്തിക്ക് ചെയ്താ വിഷയമൊന്നും വരില്ല. ചെയ്താ മതിയായിരുന്നു ഈശ്വരാ. എന്താടാ അമ്മായിയുടെ മുഖത്തൊരു ടെൻഷൻ? പണി പാളിയാ? എന്തായി അമ്മായി, കൊളായാ? പോട്ടാ, ഞങ്ങളെന്നാ പോട്ടാ. ഞാൻ കുഴിപ്പളത്ത് പോവാ. 2 ആഴ്ച വരുമ്പോ ഞാൻ വരാം. ഞാൻ 3 ആഴ്ച കഴിയുമ്പോ വരുള്ളൂ. ഞാൻ പോണു. ഞാനും പോവാ. അമ്മായി അമ്മൂമ്മ ജീവനോടെ ബാക്കിയുണ്ടോ? തള്ള അമ്മൂമ്മ. അമ്മായി അമ്മായി മേക്ക് ഓവർ ചെയ്യാൻ വേറെ ആളെ ഇറക്കിയേ. എങ്ങനെയുണ്ട് ഗൈസ്? പറയാലോ, എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മൂമ്മ. ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ഐ ആം നോട്ട് യുവർ ഗ്രാൻഡ് മദർ, വൈഫ് ഓഫ് കുട്ടമ്പിള്ളി. ബൗ ബൗ മിസ്സസ് ബൗ. ഏയ് എന്നാലും ഇത് വല്ലാത്ത മാറ്റായിപ്പോ കേട്ടാ. പൊളി. ഈ മേക്ക് ഓവർ ചെയ്ത ആളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ലേ? അമ്മായി പൊളിച്ച്. ആ കൈ ഇങ്ങോട്ട് തന്നെ. ബ്യൂട്ടീഷ്യനൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഇത്ര അടിപൊളിയായിട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സമ്മതിക്കണം. താങ്ക് യു. എന്നാ ഞാൻ പോട്ടെ. എങ്ങോട്ട്? പടവലത്ത്. ഈ കോലത്തിലാ? കോലോ? ഒന്ന് പൊടി വെച്ചവിടുന്ന്. ഗൗരി, ഞാൻ അപ്പൂപ്പനെയും കൊണ്ട് ഇങ്ങോട്ട് വരട്ടെ. എന്തിന്? അപ്പൂപ്പനെയും കൊണ്ട് ഇതുപോലൊന്ന് മേക്ക് ഓവർ ചെയ്യാൻ പ്ലീസ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.